ഫെമ നിയമം ഒന്ന് ശക്തമാക്കിയപ്പോൾ ചില ക്രിസ്ത്യൻ സംഘടന വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായതാണ്, എന്തൊക്കെയോ പന്തികേടുകൾ ഈ ചില മിഷണറി സംഘടനകളിൽ ഉണ്ട് എന്ന്. നേരാവണ്ണം ഇന്ത്യയിലെ നിയമം പാലിച്ച് ഫെമ ചട്ടം പാലിച്ച് വിദേശത്ത് നിന്നും പണം കൊണ്ടുവരുമ്പോൾ അത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിന് നൽകേണ്ട നികുതിയെല്ലാം നൽകിയാൽ ഒരു ക്രിസ്ത്യൻ സംഘടനയ്ക്കും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫെമ ചട്ടം ലംഘിക്കപ്പെടുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാകുമ്പോഴാണ് കേന്ദ്ര ഏജൻസിയായ ED ഒരു വരവ് വരുന്നത്. കൃത്യവണ്ണം നേരാവണ്ണം സർക്കാരിനടക്കേണ്ട നികുതി അതെല്ലാം കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ ഒരു ഏജൻസിയും ഒരു ക്രിസ്ത്യൻ മിഷണറിയുടെ അന്തഃപുരയിലേക്കും വന്ന് കയറില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കൂടാതെ നമ്മുടെ ഭാരതത്തിൽ ഈ ഫെമ ചട്ടമെല്ലാം കൃത്യമായി പാലിച്ച് കേന്ദ്ര സർക്കാരിന് കൃത്യമായി നികുതിയെല്ലാം അടച്ചു പോകുന്ന ക്രിസ്ത്യൻ മിഷണറിമാർ, നമ്മുടെ ക്രിസ്ത്യൻ സംഘടനകളൊക്കെ നമ്മുടെ ഭാരതത്തിൽ ഉണ്ട് എന്നത് രണ്ടാമത്തെ കാര്യം. നിലവിൽ എന്താണ് സംഭവം? വിദേശ ഫണ്ടുകൾ വൻതോതിൽ നിയമവിരുദ്ധമായി വിനിയോഗിച്ചതായി ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായുള്ള ഒരു ക്രിസ്ത്യൻ മിഷണറി സംഘടനയ്ക്കും 6 വ്യക്തികൾക്കുമെതിരെ UAPA ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. കർശനമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ബംഗളൂരുവിലെ കൊത്തനൂർ പോലീസിലാണ് ഇത് സംബന്ധിച്ച കേസ് ഫയൽ ചെയ്യപ്പെട്ടത്. രാജ്യത്തെ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അന്താരാഷ്ട്ര ഡെബിറ്റ് കാർഡുകളുടെ ഒരു ശൃംഖല വഴി ഈ സംഘടനയുടെ മറ്റ് ചില വ്യക്തികളും വിദേശ ഫണ്ട് ഒഴുക്കിയെന്നാണ് കേസ്. ജൂൺ 11 ഈ പണമിടപാട് നടന്നത്. ചില്ലറ പണമല്ല ഒഴുകിയത്, 95 കോടി രൂപ ഒഴുക്കിയെന്നാണ് റിപ്പോർട്ട്. മോദി സർക്കാർ നക്സൽ മുക്ത ഭാരത് എന്ന ലക്ഷ്യത്തോടെ ജീവൻ പണയം വെച്ച് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അത്തരം മേഖലകളിൽ ഇത്തരം ക്രിസ്ത്യൻ മിഷണറി സംഘടനകൾ പണം ഒഴുക്കുന്നത് എന്നത് രാജ്യദ്രോഹ നടപടിയായി തന്നെ മാറുകയാണ്. നക്സൽ ബാധിതമായതിനാൽ മാത്രം വികസനമില്ലാതെ കിടക്കുന്ന ഈ പ്രദേശത്ത് റോഡുകളും വൈദ്യുതിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം എത്തിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. ED അസിസ്റ്റന്റ് ഡയറക്ടർ സുനിൽ കുമാർ സിൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, UAPA എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ജോനാഥൻ S. രാജൻ, മൈക്ക മാർക്ക്, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, അതോടൊപ്പം സുപ്രീം ജോയ്, US ആസ്ഥാനമായുള്ള ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്നിവരും FIRൽ പേരുള്ളവരിൽ ഉൾപ്പെടുന്നുണ്ട്. വിദേശ ഡെബിറ്റ് കാർഡുകൾ വഴി നടത്തിയ സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ED അവരുടെ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് ഇടതുപക്ഷ തീവ്രവാദം ബാധിച്ച സെൻസിറ്റീവ് മേഖലകളിൽ ഫണ്ട് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ആശങ്കയാണ് വലിയ രീതിയിൽ ഉയർത്തുന്നത്. ലോകമെമ്പാടും ക്രൈസ്തവ സഭകളും ശിഷ്യന്മാരെയും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരാഗോള മിഷണറി പ്രസ്ഥാനമാണ് ദി തിമോത്തി ഇനിഷ്യേറ്റീവ്. എല്ലായിടത്തും എല്ലാ ഗ്രാമങ്ങളിലും ഒരു പള്ളി എന്നതാണ് ഇവരുടെ പ്രധാന കാഴ്ചപ്പാട്, പ്രധാന ലക്ഷ്യം. ലോകത്തെ ഉൾഗ്രാമങ്ങളിലും സുവിശേഷം എത്തിക്കാത്ത പ്രദേശങ്ങളിലും സഭകൾ സ്ഥാപിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഇവരുടെ പ്രവർത്തനങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. കേരളത്തിലെ വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായ അനിൽ വിളയിൽ നേരത്തെ തന്നെ ഈ തിമോത്തി ഇനിഷ്യേറ്റീവിനെ കുറിച്ച് നിരവധി വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട്. കേരളത്തിലടക്കം ഈ ക്രിസ്ത്യൻ മിഷണറിമാർ അമേരിക്കയിൽ നിന്നടക്കം വലിയ തോതിൽ കണക്കിൽപ്പെടാത്ത പണങ്ങളെല്ലാം തന്നെ കൊണ്ടുവരുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാരിന് നല്ലപോലെ അറിയാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ അനൗദ്യോഗികമായി തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ നിർണായകമായ രേഖകൾ കിട്ടിയിട്ടുണ്ട്. പള്ളി ആയതുകൊണ്ട് തന്നെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വീട്ടിൽ കയറി ചെന്ന് റെയ്ഡ് നടത്തുന്നത് പോലെ റെയ്ഡ് നടത്താനും പറ്റില്ല. പക്ഷെ അതിന് കൃത്യമായ തെളിവ്, ഫോഴ്സ് സംവിധാനം വേണം. കാരണം ചിലപ്പോൾ സുപ്രീം കോടതി അടക്കം സ്റ്റേ വാങ്ങാം. ചിലപ്പോൾ നിരപരാധികളാണ് നമ്മളെ വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പള്ളിയിൽ അച്ഛന്മാർ ചിലപ്പോൾ തെരുവിലിറങ്ങി ഒരു പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ ലോ ആൻഡ് ഓർഡർ തന്നെ തകരും. ഒരു വർഗീയ കലാപത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ടാണ് കൃത്യമായി തന്നെ ഓരോ ചുവടും കൃത്യമായി വെച്ചുകൊണ്ടാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ നിർണായകമായ ഒരു നീക്കങ്ങൾ നടത്തുന്നത്. ഫെമ ചട്ടം കൃത്യമായി പാലിക്കുന്ന ഏതൊരു മിഷണറി സംഘടനകൾക്കുമെതിരെയും ഒരു തരത്തിലുമുള്ള നടപടി എടുക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ പല ആവർത്തന പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ കൃത്യമായി കേന്ദ്രത്തിന് കിട്ടേണ്ട നികുതി പണം അത്
അടിച്ചു മാറ്റുമ്പോഴാണ്, ചില ക്രിസ്ത്യൻ സംഘടനകൾ അടിച്ചു മാറ്റുമ്പോഴാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും വടിയെടുക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കൃത്യമായി കേന്ദ്രത്തിന് കൊടുക്കേണ്ട നികുതി പണം കൃത്യമായി അടച്ച് അതിൻ്റെ റെസിപ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ പേപ്പേഴ്സ് വർക്കുകളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാതെ സുഖമായി തന്നെ കിടന്നുറങ്ങാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം.